അഭിമന്യ മാർ ജോസ് പുത്തൻപേട്ടി പിതാവേ, ബഹുമാനപ്പെട്ട ജോൺ പയ്യനിക്കലച്ച, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തോട്ടപ്പള്ളിയച്ച, ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ആദരണീയരായ മാതാപിതാക്കളെ, പ്രിയ യുവസുഹൃത്തുക്കളെ, കൊച്ചുകുട്ടികളെ, ആയത്തുപടി ഇടവകയ്ക്ക് അഭിമാനത്തിൻ്റെ ദിവസമാണിന്ന്. ഞാൻ ആയത്തുപടി ഇടവക സമൂഹത്തിൻ്റെ ആ അഭിമാനത്തിൽ പങ്കുചേരുന്നതിൽ സന്തോഷിക്കുന്നതോടൊപ്പം അവർക്ക് അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഹൃദയപൂർവ്വം നേരുകയാണ്. തീർച്ചയായിട്ടും മറ്റ് ഇടവകകൾക്ക് അല്ലെങ്കിൽ മറ്റ് പാരീഷ് ഹാളുകൾക്കോ അല്ലെങ്കിൽ മതബോധന ഹാളുകൾക്കോ ഇല്ലാത്ത ഏറെ സവിശേഷതകൾ ഉണ്ട്. മറ്റു പല സവിശേഷതകൾ ഇടവകയ്ക്കുണ്ട്. ചിലത് അഭിമന്യ പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. ജലസംഭരണിയുടെ കാര്യം വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണത്. ഒരുപക്ഷെ ഈ പാരീഷ് ഹാളിൻ്റെ ഉദ്ഘാടനത്തോട് മാത്രമല്ല, തിരുനാളിനോട് അനുബന്ധിച്ച് നോമ്പൊക്കെ പാലിച്ചിട്ടാണ് പെരുന്നാൾ നടത്തുക എന്ന് വരെ ഉള്ളതായ നവീനതകൾ ഈ ഇടവകയ്ക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സവിശേഷമായ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. സഹകരണത്തിൻ്റെയും കൂട്ടായ്മയുടെയുമായ ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പാരീഷ് ഹാളിനെ കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായ പിരിവ് ഉണ്ടായില്ല എന്നും താല്പര്യപൂർവമായ സഹകരണം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയതെന്നും പറയുകയുണ്ടായി. അതങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല ഒരു പാരമ്പര്യമാണ്. നമുക്കങ്ങനെ സ്വമനസ്സ ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുവാനുള്ളതായ സന്മനസ് ഉള്ളത് ആയത്തുപടിക്കാരുടെ ഒരു നന്മയായിട്ട്, സവിശേഷ നന്മയായിട്ട് കണക്കാക്കുകയും ഇടവകയെ മുഴുവൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ ഫൊറോനയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കോടനാട് പള്ളിയെ വെച്ച് പറഞ്ഞതിനെ കുറിച്ച് ജോസഫ് കേട്ടിട്ടുണ്ടായിരിക്കും. ജോസ് പിതാവ് അവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫൊറോനയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഇങ്ങനെയുള്ള ഹോളുകളുടെ വർഷമാണ്. ഈ വർഷത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ഇത്തരത്തിലുള്ളതായ ഹോളുകൾ വിവിധ ഇടവകകളിലായിട്ട് വെഞ്ചരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അയ്മൂടി, ചേരാനല്ലൂർ, കോടനാട്, വല്ലം, ഇപ്പോൾ ആയത്തുപടി. അപ്പോൾ നമുക്ക് ഈ വർഷത്തിൽ നമ്മുടെ ഫൊറോനയിൽ ഇത്തരത്തിലുള്ളതായ ധാരാളം ഹോളുകൾ പൂർത്തിയായി എന്നുള്ളതിൽ അഭിമാനിക്കാം. അതേസമയം തന്നെ ഇത്തരത്തിലുള്ളതായ ഹോളുകൾ എന്തിനാണ് എന്നതായ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ വരും. കാരണം ദേവാലയമാണ് വിശ്വാസികളുടെ കേന്ദ്രസ്ഥാനം. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉദാശകൾ പരികർമ്മം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ എല്ലാം പ്രധാനമായിട്ട് നൽകപ്പെടുന്നത് അവിടെയാണ്. പക്ഷേ മറ്റൊരു ഹോൾ കൂടി നമ്മുടെ എല്ലാ ഇടവകകളിലും സ്ഥാപിക്കുന്നുണ്ട്. അത് പലതും മതബോധന ഹോള് എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മതബോധന ഹോള് ആണെങ്കിലും മതബോധനം അല്ലെങ്കിൽ വേദോപദേശം മാത്രമാണ് ഈ ഹോളിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങളോ ഞാനോ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോളിൻ്റെ പ്രസക്തി എന്താണ്, അത് പരിഗണിക്കുന്നത് വളരെ നല്ലതാണ്. അഭിമന്യ പിതാവ് ഇത് കൂട്ടായ്മയുടെ പരോന്മുഖമായ കൂട്ടായ്മയുടെ വേദിയായിട്ട് ഉപകരിക്കണം എന്ന് എടുത്തു പറയുകയുണ്ടായി. ഞാൻ ഈ സമയത്ത് നമ്മുടെ അഭിമന്യ മാർപ്പാപ്പയുടേതായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലത്ത് മാർപ്പാപ്പ ആണ് പ്രധാന ചർച്ചാ വിഷയം, എല്ലാവരുടെയും ശ്രദ്ധാവിഷയം. അതിൽ കൂടുതലായിട്ട് എല്ലാ റിപ്പബ്ലിക്കാരിൽ മാർപ്പാപ്പ ഒരു
നടത്തിയതായ അഭിമുഖ സംഭാഷണം ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഈയിടെ മലയാളം എന്നുള്ളതായ മാസിക കണ്ടപ്പോൾ അതിലെ ഈ അഭിമുഖം പൂർണ്ണമായിട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് റോസി തമ്പി തർജ്ജമ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മലയാള പത്രത്തിൽ മലയാളം എന്ന പേരുള്ളതായ മാസികയിൽ അത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ഉപപ്രസിദ്ധീകരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിശ്വപ്രസിദ്ധിയാർജിച്ചതായ ഈ അഭിമുഖം ആരംഭിക്കുന്നത് തന്നെ മാർപ്പാപ്പ എന്ത് പറഞ്ഞുകൊണ്ടാണ്? മാർപ്പാപ്പ പറയുന്നത് ഇന്നത്തെ ലോകം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ. രണ്ട്, വൃദ്ധരുടെ അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഏകാന്തത. അവർ ഒറ്റപ്പെട്ടിരിക്കുന്നതായ കുടുംബാംഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായ ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഈ വയോധികരുടെ പ്രശ്നം മാർപ്പാപ്പയെ ആകർഷിച്ചത് അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ശ്രദ്ധയെ കൂടുതലായിട്ട് ആകർഷിച്ചത് യൂറോപ്പിൻ്റെ പശ്ചാത്തലം കൊണ്ട് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ ഗുരുതരമായ പ്രശ്നം ഇതാണോ? ആണെങ്കിൽ അത് വളരെ ചുരുക്കം വീടുകളിലായിരിക്കും അതുണ്ടായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കാരണവന്മാരെ ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഈ വയോധികരുടെ ഏകാന്തതയും യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയും പോലുള്ളതായ പ്രശ്നങ്ങളാണ് സഭയുടെ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് നിരീക്ഷിക്കുന്ന മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി പ്രത്യേകിച്ചും സഭയെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്, ഈ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതായ മുറിവ് അത് അതായത് തൊഴിലില്ലായ്മ, യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ, വൃദ്ധരുടെ ഏകാന്തത. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് തൊഴിലില്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവര് തൊഴിൽ അന്വേഷിക്കുന്ന പ്രത്യാശയുടെ സ്ഥിതിയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് പ്രത്യാശയോടെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും അവർക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. ഈ വൃദ്ധജനങ്ങൾക്കും തങ്ങളെ ആരെങ്കിലും സൗഹൃദത്തോടെ സ്വീകരിക്കും, പരിരക്ഷിക്കുമെന്നുള്ളതായ പ്രത്യാശയില്ലാണ്ടായിരിക്കും. മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ളതായ സർവോമുഖമായ വളർച്ചയ്ക്ക് സഹായകരമായ പള്ളിയിൽ മാത്രം നടത്തേണ്ടതല്ലാത്ത അല്ലെങ്കിൽ പള്ളിയിൽ ഒതുക്കി നിർത്താൻ പറ്റാത്തതായ മനുഷ്യജീവിതത്തിൻ്റെ മറ്റു മാനങ്ങളെ അഡ്രസ് ചെയ്യുവാനായിട്ട്, മറ്റു മാനങ്ങൾ പരിഗണിച്ച് അവർക്ക് ആവശ്യമായ പോഷണം നൽകുവാനായിട്ട്, പ്രതിവിധികൾ കണ്ടെത്തുവാനായിട്ട് ഒക്കെയുള്ളതായ ഒരു നന്മയുടെ വേദിയാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇതുപോലുള്ളതായ ഹോളുകൾ പണിത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുക. എൻ്റെ വാക്കുകൾ സമാപിക്കുന്നു. നന്ദി. മനോഹരമായി പ്രസ് വർക്കുകൾ ചെയ്ത ശ്രീ ആൻഡു മഞ്ഞപ്ര, ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്ത ശ്രീ പോൾ ആട്ടുകാരൻ, അലുമിനിയം ഗ്രിൽ വർക്കുകൾ ചെയ്ത ഗ്രാൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻസ്, ഈ ഹോളിനെ തറ മാർബിൾ വിരിച്ച് മനോഹരമാക്കുവാൻ സഹകരിച്ച ശ്രീ ഡേവിസ് മൂത്തൻ, ശ്രീ സാനി പാറപ്പുറ, ശ്രീ ജോസഫ് മാവേലിയാന്റെ ദേവസി പറമ്പിൽ, സിവിൽ വർക്കുകൾ ചെയ്ത ശ്രീ റാഫേൽ മാവേലി, ഇടവകയിലെ വൈദികരുടെ പ്രതിനിധിയായ സാജു പാറപ്പുറമച്ചനെ ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ജോണച്ചൻ ഒരു വലിയ വലിയ സംഭവം തന്നെയാണ്. ഓരോ പ്രാവശ്യവും അവധിക്ക് വരുമ്പോൾ കേൾക്കാം, സാമൂഹ്യമായിട്ട് സാമ്പത്തികമായിട്ട് അതിലുപരി ആത്മീയ ചൈതന്യത്തിലേക്ക് ജനങ്ങളെ ഉയർത്തുന്ന ഒരു വൈദികന്റെ പ്രവൃത്തികൾ. ഈ പാരിഷ് ഹോളും ആ അച്ഛൻ്റെ വളരെ വളരെ പ്രകടമായ ഒരു ഭാവം തന്നെയാണ്.
ഇത്രയും വലിയൊരു പാരിഷ് ഹോൾ പലപ്പോഴും നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല, ചിന്തിച്ചിട്ടുണ്ടാകില്ല. എല്ലാം ഈ മഹത്തായ സംഭവത്തിൻ്റെ വെറും ഒരു ചെറിയ പ്രവൃത്തി മാത്രം എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇനിയും ഇതിലും വലിയ പ്രവൃത്തികൾ നമ്മുടെ ഇടവകയിൽ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ പാരിഷ് ഹോളിൻ്റെ വെഞ്ചരിപ്പ് സമയത്തിൽ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രത്യേകിച്ച് നമ്മുടെ വികാരിയച്ഛൻ, കമ്മിറ്റി അംഗങ്ങൾ, ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ, ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഇതിനുവേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് വിഷമിച്ച് പലയിടങ്ങളായി ഓടി നടന്ന് പെർമിഷൻ വാങ്ങാൻ, അതുകൂടാതെ പല പല കാര്യങ്ങൾക്കായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുകിയിട്ടുണ്ട്. എനിക്കറിയാം. അവരെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ ദിവസത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വൈദിക സഹോദരങ്ങളെയും സന്യസ്തരെയും അതുപോലെ മതബോധ അധ്യാപകരെയും കൂട്ടായി ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസ അച്ഛനെയും ഇടവകയെയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മനോഹരമാക്കിയ ശ്രീ ജോർജ് ചുള്ളി, ശ്രീ വർഗീസ് യാളിയെ, പെയിന്റിംഗ് ജോലികൾ ഏറ്റെടുത്ത് നടത്തിയ ശ്രീ ഷിജോ പാറപ്പുറം, ഫാൻ ബ്രാക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയ ശ്രീ പി പോൾ, പില്ലർ വർക്കുകൾ ചെയ്ത ശ്രീ ഷൈജോ ഐബുറി, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സഖറിയാച്ച, ഇന്നത്തെ താരവും മൂന്നര കൊല്ലത്തെ സ്ഥിര താരവുമായ ബഹുമാനപ്പെട്ട വികാരിയച്ച, വേദിയിൽ ഉപയുക്തരായിരിക്കുന്ന വികാരിയച്ചൻ്റെ ഉപതാരങ്ങളും സഹതാരങ്ങളുമായ പ്രിയപ്പെട്ടവരെ, യോഗത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളെ, ആശയ തലത്തിൽ അഭിവൃദ്ധി പിതാവും ബഹുമാനപ്പെട്ട കൊറോണ വികാരിച്ചനും നമുക്ക് ഈ സന്ദർഭത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് മനസ്സിൽ കതിര സാജുവച്ചൻ ചെയ്ത നിലയിൽ ഉള്ള കാര്യമാണ് എൻ്റെ ദൗത്യം, ആശംസാപ്രകടനം. അതിന് മുമ്പ് ഏതായാലും തിരുനാൾ തുടങ്ങിയേക്കാണ് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതുപോലെ നോമ്പ് നോക്കി ധ്യാനം നടത്തി ഒരുങ്ങി നവനാട് നടത്തി ശക്തി നേടി ആണ് ഇന്ന് നവനാൾ സമാപിച്ച് അവരുടെ പിതാവ് കൊടികയറി തിരുനാൾ നാളെ മറ്റന്നാളുമായിട്ട് നടത്താൻ പോവുക. ആ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരു പഴയ അസത്യത്തിൻ്റെ പേരിൽ നേരുന്നു. പിന്നെ അതുമതി, നമുക്ക് അധികം സമയമില്ല. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? ആ തവളപ്പാറയിലെ ഇടയ്ക്ക് ജനങ്ങൾക്കും വികാരിയച്ഛനും സുഖമാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ കാര്യം അവിടുത്തെ പോലെ ഇവിടെ എനിക്കും സുഖമാണ്, ഇവിടുത്തെ പോലെ അവിടെയും സുഖമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഞാൻ ആശംസ തുടങ്ങിയുള്ളൂ. ഞാൻ ആദ്യം ആശംസ നേരുന്നത് അഭിനന്ദ പിതാവിനാണ്. എന്തിനാണെന്നോ, ഒരേ ഒരു അത്യന്ത പിതാവിന് കിട്ടിയുള്ളൂ. അതിന് ഈ ഭാഗത്തിൽ കിട്ടും പിതാവ്. അപ്പൊ പിതാവിന് 5 or 10 അത്യന്യമാരെ കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു രൂപതയുടെ സ്ഥിതി എന്ന് ഓർത്ത് ഇങ്ങനെ ഒരു ആളെ ഒരുക്കി തന്നതിന് ഈ ഇടവയുടെ പേരിൽ പിതാവിന് ആശംസകൾ. പ്രധാനപ്പെട്ട വികാരിയച്ഛൻ ഇങ്ങനെ ഒരു കാര്യം സ്വപ്നം കണ്ടപ്പോൾ പങ്കുവെച്ച് ഒരുപക്ഷെ ആദ്യം എന്നോടായിരിക്കാം. അന്ന് അച്ഛൻ
കൃത്യമായി മനസ്സിൽ കണ്ടൊരു കാര്യമുണ്ട്. നിർബന്ധമായി 10 പൈസ പോലും പിരിക്കാതെ ഈ കാര്യം നേടണമെന്ന്. അതിൽ പല സമ്മർദ്ദങ്ങളുണ്ടായിട്ടും അച്ഛൻ ഉറച്ചു നിന്നു. അതിലച്ഛൻ വിജയിച്ചു. ബാക്കി പല കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു നേട്ടം. മറ്റു ചില പ്രത്യേകതകൾ പിതാവും പുറമേച്ചനൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രത്യേകത ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. നിർബന്ധം ഒന്നുമില്ലാതെ ഈ 1.25 കോടി രൂപ സംഭരിച്ച് അത് ഇത്ര മനോഹരമായ ഒന്നിന് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ്. ഇതിന് പിന്നിൽ അച്ഛൻ പുലർത്തിയ ചില തത്വങ്ങളുണ്ട്, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അവയാണ് അച്ഛൻ്റെ അധ്വാനത്തിന് പിന്നിലെ പ്രചോദനം. അതാണ് അച്ഛൻ്റെ ശക്തി. ആ ശക്തി നമ്മുടെ അച്ഛന്മാരിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നമ്മുടെ പ്രസ്ഥാനങ്ങള് പ്രവർത്തനങ്ങള് അനുഗ്രഹപ്രദമായേനെ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഏതായിരുന്നാലും ഇവിടെ അച്ഛനോടുകൂടി സഹകരിക്കാനുണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ ഞാൻ അവരെ പ്രത്യേകം ഓർക്കുകയാണ്. കാരണം ഞാൻ ചില ഇടവുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഒരു ഇടവിൽ ജോലി ചെയ്യുന്നു. മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇവിടെ ഉള്ള കമ്മിറ്റി അംഗങ്ങൾ, ഓരോ കമ്മിറ്റിയിലും പെട്ടവര് അതത് കാര്യത്തിന് സാങ്കേതികമായി നല്ല അനുഭവവും വിവരവും ഒപ്പം ഈ കാര്യത്തിന് സമർപ്പണ ബോധവും ഉള്ളവരായിരുന്നു. അത് അച്ഛന് വലിയൊരു ശക്തിയായിരുന്നു. അതുകൊണ്ടുകൂടെ ഒരുപക്ഷെ ഞാൻ എൻ്റെ പോരായ്മ മറക്കാനല്ല, എനിക്ക് ഏറെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇന്ന് കർദിനാൾ തിരുമേനി വന്നപ്പോൾ സ്വാഗതം പറയാൻ അച്ഛൻ പറഞ്ഞു, അത് ചെയ്തു. പിന്നെ 2-3 മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഈ കാര്യത്തിന് ഞാൻ നേരിട്ടൊന്നും ചെയ്തില്ല. ചെയ്യാതിരുന്നത് അവർ ചർച്ച ചെയ്യുന്നതിനൊപ്പം നിന്ന് ചർച്ച ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അത് അവകാശബോധമല്ല. ഞാൻ വെറുതെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ഒരവസരം വ്യാഴത്തിന് യോഗത്തിന് എത്താൻ പറ്റാതിരുന്നപ്പോൾ അച്ഛൻ വന്ന് എത്തുന്നതുവരെ യോഗത്തിന് വേണ്ടി ഒന്ന് ഒരുക്കി കൊടുത്തു. അതൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ഞാനിവിടെ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അത്രയ്ക്ക് നന്നായി ഓരോ വിഭാഗവും സാങ്കേതികമായ വിവരത്തോടുകൂടി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ IT